ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹവാസ ക്യാമ്പിന് തുടക്കമായി. കുപ്പൂത്ത് VUALP സ്കൂളിൽ വെച്ചാണ് ഇത്തവണ ക്യാമ്പ് നടക്കുന്നത്. സമന്വയം എന്ന പേരിൽ നടത്തുന്ന ഇത്തവണത്തെ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് കുപ്പൂത്ത് VUALP സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മൂസൻ MLA നിർവഹിച്ചു. എന്നും നമ്മൾ ഓർമ്മിക്കുന്ന നിമിഷങ്ങളാണ് ഇനി വരാനിരിക്കുന്ന ഈ 7 ദിവസത്തിലെ നിമിഷങ്ങൾ. നമ്മൾ 2 വർഷം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ ആ 2 വർഷത്തിൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഓർക്കില്ല, എല്ലാ ദിവസങ്ങളും നമ്മൾ ഓർക്കില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, NSS ക്യാമ്പിൽ വന്നാൽ അതിലെ ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓർക്കും. ആ NSS ക്യാമ്പിൽ നിന്ന് നമ്മൾ ഈ 2 വർഷം പഠിക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കും. ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരാളെ എനിക്ക് അയച്ചു തന്ന്, ഞാൻ മുഴുവൻ കണ്ടില്ല, പക്ഷെ NSS ക്യാമ്പിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നൊരു ഇൻസ്റ്റഗ്രാം വീഡിയോ ഇന്നിപ്പോൾ ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പം ഞാനിവിടെ ഇരുന്ന് അത് കാണാൻ നോക്കി, മുഴുവൻ കാണാൻ കഴിഞ്ഞില്ല. ഇതിനെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ പറയുന്നവരുണ്ട്. അവർക്ക് വിദ്യാലയം എന്താണെന്നും വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുന്നതെന്നും NSS ക്യാമ്പിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും യാതൊരു ഐഡിയയും ഇല്ലാത്ത ആളുകൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് കുട്ടികൾ എന്ന് കരുതി പറയുന്നവരാണ്. കുട്ടികൾ വെറുതെ റോഡ് ഉണ്ടാക്കാനും വെറുതെ ക്ലീൻ ചെയ്യാനും ഒക്കെ നടക്കുന്നവരാണ്. അതിനുവേണ്ടിയാണ് NSS ക്യാമ്പ് എന്ന തെറ്റിദ്ധാരണയാണ് അവർക്കുള്ളത്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. NSS സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജേക്കബ് ജോൺ ക്യാമ്പ് സന്ദേശം കൈമാറി. പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് ക്യാമ്പ് വിശദീകരണം നടത്തി. സജിത, മുജീബ് കരുവാങ്കുഴി, ആമിന, മുഹമ്മദ് മുസ്തഫ, ശശി കുപ്പൂത്ത്, മുഹമ്മദ് ചങ്ങണക്കാട്ടിൽ, കാവേരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണം, പാർക്ക്, ചുമർ ചിത്രം, തണലിടം എന്നിവയുടെ നിർമ്മാണം, തെരുവു നാടകം, സാംസ്കാരിക പരിപാടികൾ, വളണ്ടിയർമാർ നിർമ്മിച്ച 100 തുണിസഞ്ചികൾ, ക്യാമ്പ് പ്രദേശത്തെ വീടുകളിൽ എത്തിക്കൽ, തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ഒരു സ്നേഹ സംവാദം, ഹ്യൂമൻ ബുക്ക്, സ്നേഹ സന്ദർശനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. ക്യാമ്പ് ജനുവരി 1 സമാപിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാബിറ ടീച്ചർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.